ഹായ് എവ്രി വൺ. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച ക്ലാസ്സിൽ എന്താണ് സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാം ശരിക്കും ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, പല വഴികൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ? ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ ലളിതമാക്കാം, കാര്യങ്ങളെല്ലാം ഈസി ആവട്ടെ. എന്തിനാണ് നമ്മൾ വലിയ 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 സംഭവങ്ങളൊക്കെ നമ്മുടെ തലയിൽ കുത്തി നിറച്ച് ടെൻസ്ഡായി ഗ്രാമർ ഡോണ്ട് വാണ്ട് ആക്ച്വലി ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് AI സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. പക്ഷേ ഓഫ് കോഴ്സ് AI ഒരു ടെക്നോളജിയാണ് അല്ലേ? പക്ഷെ നമുക്ക് മനുഷ്യന് വേണ്ട കുറച്ച് അറിവും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 4 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ എവിടെ ഇരിക്കും? പോക്കറ്റിലിരിക്കും. പോക്കറ്റിലിരുന്നാൽ മതിയോ? സംസാരിക്കണ്ടേ? ഓക്കെ, അപ്പോൾ അതിന് 4 രീതികൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഇതിനൊരു മുദ്രാവാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇനി അവസാനം ഈ മുദ്രാവാക്യം ഇംഗ്ലീഷിന് മുദ്രാവാക്യം എന്ന് പറഞ്ഞ് വരുത്തരുത്. ഇതൊരു ടിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം. ഓക്കെ, ഒന്നാമത്തെ മുദ്രാവാക്യം 3 കാലം. ഏതൊക്കെയാണ് 3 കാലങ്ങൾ? നിങ്ങൾക്ക് അറിയണ്ടാവും, വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻറ്റ് വിച്ച് മീൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വർത്തമാന കാലഘട്ടം. വിച്ച് മീൻസ് നമുക്ക് പറയാം കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ? പാസ്റ്റ് എന്താണ്? നമ്മൾ കഴിഞ്ഞു പോയ കാലം, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയ കാലം, പഠിക്കാൻ പോയ കാലം അല്ലേ? പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇരിക്കണമായിരുന്നോ? വേണ്ട, പഠിക്കാൻ പോയ കാലം. ഇനിയോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്ന കാലം അല്ലേ? വരാൻ പോകുന്ന കാലം. ഇങ്ങനെ 3 കാലങ്ങളാണുള്ളത്. ഈ 3 കാലങ്ങളെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നേക്കാം. ഇപ്പം കഞ്ചാവും മയക്കുമരുന്നൊക്കെ ആസ് യൂഷ്വൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ 3 കാലങ്ങളുണ്ടെന്നുള്ളത്? അത് കഴിഞ്ഞ കാലമാണ്. വിച്ച് മീൻസ് ഒന്ന് കണ്ണടച്ച് തീരാവുന്ന ദൈർഘ്യമേ പ്രസൻറ്റ് ടെൻസിനുള്ളൂ. ഞാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? പാസ്റ്റ് ടെൻസാണ്. ഞാൻ കണ്ണടയ്ക്കുമെന്ന് പറയുന്നതോ ഫ്യൂച്ചറാണ് അല്ലേ? പറയുന്നത് എപ്പോഴാണ്? പ്രസൻറ്റിൽ. അപ്പോൾ അതിൻ്റെ ചെറിയ എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. എന്താണ് പ്രസൻറ്റ് എന്നുള്ളത്? നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രസൻറ്റിൽ വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം യൂണിവേഴ്സൽ ഫാക്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, റെഗുലർ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതായത് സ്ഥിരതയുള്ള, എന്നും ചെയ്യുന്ന, എന്നും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക. പാസ്റ്റോ കഴിഞ്ഞ കാലം അല്ലേ? നിങ്ങൾ ചെയ്തു, പോയി, വന്നു, കണ്ടു, ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളാണ്. ഫ്യൂച്ചർ ആണെങ്കിലോ ഇനി വരാൻ പോകുന്നു, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്ന, ഫ്ലുവൻ്റായിട്ട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്ന കാലം, അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കൂടെ ട്രിപ്പിന് പോകുന്ന കാര്യം, അല്ലെങ്കിൽ അവനോട് കമ്പനി സ്റ്റഡിക്ക് പോകുന്ന കാര്യം, ഇതെല്ലാം നിങ്ങൾ എന്താണ്? ഫ്യൂച്ചറാണ്. അപ്പം 3 കാലം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്താ? 4 കോലം. എന്താ കോലം അല്ലേ? 4 കോലം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോലം, കാലം എന്നൊക്കെ പറയും. കാലം ഒബ്വിയസ്ലി കാലമുണ്ട്, കോലം ശരിക്കും രീതി എന്നാ പറയാം കേട്ടോ. അപ്പം 4 രീതി എന്ന് പറയുന്നത് നമുക്ക് 4 കോലത്തിലാക്കാം. അപ്പോൾ ആദ്യത്തെ കോലം എന്താ? ആകുന്നു എന്നുള്ള കോലം. ഡീറ്റെയിൽസിലേക്ക് വരാം. നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ ആവണ്ട, ഇപ്പോൾ തന്നെ പോയിട്ട് എന്താകുന്നു, എവിടെയാകുന്നു എന്ന് ആലോചിക്കേണ്ട. ആകുന്നു. രണ്ടാമത്തേതോ? ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്, അതുപോലെ ഉണ്ട് എന്ന് പറയുന്ന ഫോം. മൂന്നാമത്തേതോ? അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവനുണ്ട്, അങ്ങനെയുള്ള പറയണം. അവനല്ല, അവിടെ ഇവിടെ എന്നൊക്കെ പറയില്ലേ, അത് എക്സിസ്റ്റൻസിനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 4ാമത്തേതാണ് നമ്മുടെ മെയിൻ കോലം, അതായത് പ്രവൃത്തി, ചെയ്യുന്നു എന്നുള്ള ഫോം. ഓക്കെ, ഈ 4 രീതികൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ഫോമിലേക്ക് പോകാം അല്ലേ? നിങ്ങൾ ഫോമല്ലേ? ഒന്നാമത്തെ ഫോമിലേക്ക് പോകാൻ നിങ്ങൾ ഫോമല്ലേ? ഓക്കെ, അപ്പോൾ ബി ഫോം. ഈ ബി ഫോം പരിചയപ്പെടുന്നതിനേക്കാൾ മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. സബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്. നിങ്ങളെല്ലാവരും കുറേ എക്സാമ്പിൾസ് എഴുതി അല്ലേ? അതിൽ എന്തൊക്കെ കുറേ പേരുടെയൊക്കെ തെറ്റുകൾ വന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം എന്താണ് സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് എന്നുള്ളത്. എത്ര സബ്ജക്റ്റ് ഉണ്ട്? ആകെ ഇംഗ്ലീഷിൽ 9 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാ? ഐ, യു, ദേ, വി അല്ലേ? ഐ, യു, ദേ, വി, പിന്നെന്താ പറയുക? നെയിംസ്. ഇത് മൊത്തം നോക്കി അറിയാം.
അയ്യോ ദേവി ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ അയ്യോ ദേവി എന്ന് പറഞ്ഞാലും ഓർത്തിരുന്നാലും മതി. അയ്യോ ദേവി നെയിംസ് ഉണ്ട്, പിന്നെ ഹി ഷീ ഇറ്റ് നെയിം ഇതുണ്ട് അല്ലേ. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന അയ്യോ ദേവിയിൽ ഐ നമ്മൾ തൽക്കാലം ഒരു രാജപദവി കൊടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, യു നിങ്ങൾ, നീ അല്ലെങ്കിൽ നിങ്ങൾ അല്ലേ. ദേ അവർ ഇവർ, വി ഞങ്ങൾ നിങ്ങൾ അല്ലേ. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ ഒന്നിലധികം ആൾക്കാരുണ്ട്. ഈ ഒന്നിലധികം ആളുകൾ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, നേരെ മറിച്ച് അപ്പുറത്തേക്ക് നോക്കി, ഹി ഷീ ഇറ്റ്, അവൻ അവൾ ഇത് അല്ലേ. ഇതിനെല്ലാം ഒരു സബ്ജക്റ്റ് ഉള്ളൂ, അതായത് ഒരാളുള്ളൂ. ഇതെല്ലാം സിംഗുലർ എന്ന് നമ്മൾ പറയും. അതായത് സിംഗിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ബിരിയാണി സിംഗിൾ എന്നൊക്കെ ഓർത്താൽ മതി, ഒരാൾക്ക് വേണ്ടിയത്. അതുപോലെ സിംഗുലർ. ഒരു സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ഇനി എന്തിനാ ഈ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും? അതും സായിപ്പന്മാരുടെ പ്രത്യേക തരം ഒരു വിഷമാണെന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് പ്ലൂറലിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ യു ദേവി എന്ന് പറയുന്ന പ്ലൂറലിനകത്ത് ഐ ശരിക്കും ഒരാളുള്ളൂ. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമാണ് ചിന്ത വരും, ഈ ഒരാളുള്ള ആൾ എങ്ങനെ ഈ പ്ലൂരലിൻ്റെ ഗണത്തിൽ വരും എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ രാജാവായിട്ട് സങ്കല്പിക്കാം. ഇത് സങ്കല്പം മാത്രമാണ് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ രാജാവ് എന്ന് പറയുന്ന ആൾ വർത്തമാന കാലഘട്ടം, ഞാൻ പറഞ്ഞു കാലം, പ്രസൻറ്റ് ടെൻസിൽ രാജാവ് തനിയെ പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ? ഇല്ല, 2 ഭടന്മാരുണ്ടാവും ഒരു സെക്യൂരിറ്റിക്ക് അല്ലേ. രാജാവ് എന്ന് പറയുമ്പോൾ 2 പേരും ഉണ്ടാവും കൂടെ. അപ്പം ഇദ്ദേഹം ഒറ്റയ്ക്ക് പുറത്തിറങ്ങാത്തതുകൊണ്ട് തന്നെ ഒന്നല്ല ഒന്നിലധികമാണ്. അങ്ങനെ നമുക്ക് രാജാവിനെ പ്ലൂരലിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ അയ്യു ദേവി നമുക്ക് പ്ലൂരൽ കാറ്റഗറിയിൽ പെടുത്താം സബ്ജക്റ്റ്. ഹീ ഷീറ്റ് നെയിം നമുക്ക് സിംഗുലറിലും പെടുത്താം. ഇത് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ, വർത്തമാന കാലഘട്ടമല്ല കഴിഞ്ഞ കാലം, പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ രാജാവ് മരിച്ചു എന്ന് കൂട്ടിക്കോളൂ. രാജാവ് മരിക്കുമ്പോഴും ഒരു സെക്യൂരിറ്റിക്ക് 2 ഭടന്മാരെ കൂടെ കൊന്ന് കുഴിച്ചിടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാജാവിനെ സിംഗിളായിട്ട് മറവ് ചെയ്യും. അങ്ങനെ മറവ് ചെയ്യുമ്പോൾ രാജാവ് ഒന്നായി. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഐ എന്തായി? സിംഗുലറിലേക്ക് മാറി. അപ്പോൾ ഐ യു ദേവി പ്രസൻറ്റിൽ സിംഗുലറാണ്, പക്ഷെ പാസ്റ്റിൽ ഐ സിംഗുലറിലേക്ക് പോയി, ബാക്കിയല്ല യു ദേവി. ഇനി യു ദേവിയുടെ ചെറിയ മാറ്റം വെച്ചാൽ മൂദേവി എന്നൊക്കെ ആക്കാം. നിങ്ങൾക്ക് ഓർത്തിരിക്കണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ ടിപ്സായിട്ട്. ഇനി ഇത് പറഞ്ഞെന്ന് പറയരുതേ. അപ്പം യു ദേവി എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരലാണ് അല്ലേ. അപ്പോൾ അത് പാസ്റ്റിൽ, പ്രസൻറ്റിൽ ഐ യു ദേവി, പാസ്റ്റിൽ യു ദേവി. പിന്നെ അതിൻ്റെ കൂടെ നെയിംസ്, പേരുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താ ഈ പേരുകൾ എന്ന്. ഇതൊരാളുടെ പേരാകാം, ഒരു കൂട്ടത്തിൻ്റെ പേരാകാം, ഒരു ഐഡിയ, ഒരു ആശയത്തിൻ്റെ പേരാകാം, അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും പേരുകളാകാം. ഇപ്പം അനീസ് ആൻഡ് വിഷ്ണു നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേരാക്കി എടുക്കാം. അത് 2 പേരല്ലേ, പ്ലൂരലാണ്. അനീസ് മാത്രമാണെങ്കിലോ ഹീ ഷീറ്റിൻ്റെ താഴെ വരും നെയിം, അവിടെ സിംഗുലറാണ്. അതുപോലെ സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥി എന്ന് പറയുന്ന പേരല്ലേ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂരലിൽ വന്നു, സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലറിൽ പോയി. സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ എന്നാണ് അല്ലേ. അപ്പോൾ അതുപോലെയുള്ള സ്ഥലത്തിൻ്റെ പേരാകാം, ഏതെങ്കിലും ഒരു ആശയം അല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പേരാകാം. ഇറ്റ്സ് അപ് ടു എന്താ പറയുക, നമ്മുടെ കണ്ടന്റ് വരുമ്പോൾ നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. ഇപ്പോൾ പേരുകളാണെന്ന് മനസ്സിലാക്കാം. ഇനി ബി ഫോം, നമ്മളെ ഓരോ ഫോമുകൾക്കും പ്രത്യേകം ഫോം കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാലേ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഇവിടെ ടെക്സ്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണം ഇത് ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഐ ആം എ ടീച്ചർ എന്ന് ഞാൻ എഴുതുവാണ്, മനസ്സിലാക്കുക. ഐ എന്താണ്? സബ്ജക്റ്റാണ്. ഇവിടെ ഒരു ആം വന്നു അല്ലേ. ഈ ആം ആക്ച്വലി ബിയുടെ ഒരു ഫോമാണ്. ഐയുടെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ ആം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഐ ആം എ ടീച്ചർ, ഒരു അധ്യാപകൻ അല്ലേ. അത് നിങ്ങൾക്ക് അറിയാം, ഒബ്ജക്റ്റ് ടീച്ചറാണ്. എ എന്ന് പറയുന്നത് ഒരു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറയുന്നത് ബി ഫോമാണ്. എന്തുകൊണ്ടത്? ഞാൻ ഒരു അധ്യാപകൻ ആകുന്നു. അവിടെ ആകുന്നു എന്നുള്ള അവസ്ഥ അല്ലേ, ഞാനൊരു അധ്യാപകനായിപ്പോയത് എൻ്റെ ഒരു അവസ്ഥയല്ലേ, ആ അവസ്ഥേനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബി ഫോം. അപ്പോൾ ഐ വരുമ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അതിൻ്റെ കൂടെ എല്ലാം ആം മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി സബ്ജക്റ്റ് ബാക്കി യു ദേവി ആണെങ്കിലോ, യു ദേവി ആണെങ്കിൽ നമ്മൾ ബിയുടെ നേരത്തെ കണ്ട പോലെ ആം ഈസ് ആർന്ന് ആർ എടുക്കും. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ യു ആർ ടീച്ചർ, യു ആർ എ ടീച്ചർ, യു ആർ എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകനാണ്. അപ്പോൾ യു ആക്ച്വലി നമ്മൾ നീന്നുകൊണ്ട് നിങ്ങളെന്നുണ്ട്, അതുകൊണ്ടാണ് യു നമ്മൾ പ്ലൂറലായിട്ട് എടുക്കുകയുള്ളൂ. സോ യു വരുമ്പോൾ ആർ ചേർക്കണം, യു ആർ എ ടീച്ചർ. ഇനിയോ ഈസ് എടുക്കാം, ഹീ ഈസ് എ ടീച്ചർ, അവൻ ഒരു അധ്യാപകനാണ്. ഹീ ഈസ് എ ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാകാം, ആം ഈസ് ആറ്, ഐയുടെ കൂടെ ആം വരും, ഹീ ഷീറ്റിൻ്റെ കൂടെ ഈസ് വരും, യു ദേവിയുടെ കൂടെ ആറ് വരും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ 3 വ്യത്യാസങ്ങൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാറുന്ന. ഐ ആണെങ്കിൽ ആം, ഹി, ഷീ, ഇറ്റ്, നെയിം ആണെങ്കിൽ ഈസ്, ബാക്കി എല്ലാം അതായത് വിച്ച് മീൻസ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ യു, ദേവി, നെയിംസ് ആണെങ്കിൽ ആറ്. ഇങ്ങനെയാണ് ബി ഫോം പറയാം. ബി ഫോമിൻ്റെ അർത്ഥം എന്താ? ആകുന്നു. ഞാൻ ടീച്ചർ ആകുന്നു, അവൻ പോലീസ് ആകുന്നു, അവർ അധ്യാപകരാകുന്നു, അവർ ക്രിക്കറ്റ് കളിക്കാറാകുന്നു, ഇത് നല്ലൊരു പ്രോഗ്രാം ആകുന്നു, ഇത് നല്ല ക്ലാസ് ആകുന്നു. ഇവിടെ എല്ലാം ആകുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ആകുന്നു പറയണമോ അവിടെ എല്ലാം എന്ത് ഉപയോഗിക്കാം? ബി ഫോം ഉപയോഗിക്കാം. ബി ഫോം എങ്ങനെ ഉപയോഗിക്കാം? സബ്ജക്റ്റ് പ്ലസ് ബി ഫോമിൻ്റെ ആം, ഈസ്, ആർ. അപ്പോൾ നമുക്കിവിടെ ബി തന്നെ എഴുതാം. അപ്പോൾ ഏത് ഫോമാണ് എഴുതേണ്ടത്? ആം ആണോ, ഈസ് ആണോ, ആർ ആണോ എന്ന് നിങ്ങൾ സബ്ജക്റ്റ് നോക്കിയിട്ട് തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ഓബ്ജക്റ്റ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഒരു കോലം. അതും പ്രസൻറ്റിൽ. പ്രസൻറ്റ് എന്ന് പറയുന്ന കാലത്തിൽ ഒരു കോലം അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി കാലം നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു കോലം മാത്രം പഠിക്കുക. അപ്പോൾ ആമിസാർ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി, ബി ഫോം എന്താണെന്ന് മനസ്സിലായി. എവിടെയെങ്കിലും ആകുന്നു എന്നുള്ള അവസ്ഥ പറയണമെങ്കിൽ ബി ഫോം ഉപയോഗിക്കാം. പിന്നെ ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ ഈ ആകുന്നു, ആ, ആണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അവനൊരു പോലീസാണ്, അതൊരു ടീച്ചറാണ്, അവനൊരു അധ്യാപകനാണ്, ഇതെല്ലാം ആകുന്നു എന്ന് തന്നെയാണ് പറയണത്. അപ്പം നമുക്ക് ഇതൊക്കെ എവിടെയൊക്കെ ആ, ആണ്, ആകുന്നു വന്നാൽ അവിടെ എല്ലാം എന്ത് ഉപയോഗിക്കാം? ബി ഫോം ഉപയോഗിക്കാം. വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഓരോരുത്തരിടുന്ന കമൻറ്റുകൾ നിങ്ങൾ വായിക്കുക. അതിൽ നമ്മൾ കൊടുക്കുന്ന റിപ്ലൈയും നിങ്ങൾ പരിശോധിക്കുക. അത് നിങ്ങൾക്കൊരു പ്രാക്ടീസാണ്. നിങ്ങൾ ഇടുന്ന സെൻറ്റൻസുകൾ തെറ്റുകളിൽ നമ്മൾ തിരുത്തി തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അയാൾ പറ്റിയ തെറ്റെന്താ? അയാളുടെ തെറ്റായിരിക്കും നാളെ നിങ്ങളുടെ തെറ്റാവാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്താണ് ഇന്ന് തന്നെ നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ താഴെ കമൻറ്റിൽ നിങ്ങളുടെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന എക്സാമ്പിൾസ് എഴുതുമ്പോൾ എല്ലാവരുടെയും ഞങ്ങൾ ഓരോരുത്തരെയും നോക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഓരോ കമൻറ്റുകളും വായിക്കുക. അവർ എടുത്ത സെൻറ്റൻസ് എക്സാമ്പിൾ ചെയ്ത സെൻറ്റൻസുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതൊരു പഠന രീതിയാണ്. അപ്പോൾ ഓരോ എക്സാമ്പിൾസും അവരുടെ നിങ്ങൾ വായിക്കുക. അവരുടെ മിസ്റ്റേക്കുകൾ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്ത് മിസ്റ്റേക്കാണ് വന്നത് അത് നിങ്ങൾക്കുള്ളൊരു ഇൻപുട്ടാണ്. നിങ്ങൾ ഇപ്പോൾ വി ആർ ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. അപ്പം മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഇട്ടല്ലോ, ഞാൻ കഴിഞ്ഞല്ലോ, എൻ്റെ കൈ തീർന്നല്ലോ എന്ന് വിചാരിക്കരുത്. എല്ലാവരുടെയും കമൻസുകൾ നിങ്ങൾ വായിക്കാം. ആ കമൻറ്റിൻ്റെ താഴെ ഞങ്ങളിടുന്ന റെക്ടിഫിക്കേഷൻസ് എന്താണോ അതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വലിയ എന്താ പറയുക ശ്രദ്ധ കൊടുത്ത് പഠിച്ച് നമുക്ക് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങൾ എക്സാമ്പിൾ എഴുതേണ്ടത് ബി ഫോമിൽ പ്രസൻറ്റ് ടെൻസിൽ ബി ഫോമിൽ നിങ്ങളൊരു 9 സബ്ജക്റ്റ് വെച്ചിട്ട് എക്സാമ്പിൾസ് എഴുതിയിടാം. എക്സാമ്പിൾ ഐ എം എ ടീച്ചർ, യു ആർ എ ടീച്ചർ, ദേ ആർ ടീച്ചേഴ്സ്, വി ആർ ടീച്ചേഴ്സ്, അതേപോലെ ഹീ ഈസ് എ ടീച്ചർ, ഷീ ഈസ് എ ടീച്ചർ, ഇറ്റ് ഈസ് എ ടീച്ചർ, ദെൻ രാമു ഈസ് എ ടീച്ചർ, രാമു ആൻഡ് രാധ ആർ ടീച്ചേഴ്സ്. ഇതുപോലെ 9 എക്സാമ്പിൾസ് നിങ്ങൾ എഴുതുക. ഇനി എല്ലാത്തിനും ടീച്ചർ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഒബ്ജക്റ്റുകൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായി ചിന്തിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെ എക്സാമ്പിളായിട്ട് എഴുതാൻ ശ്രമിക്കുക. അത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങളുടെ ലോജിക്കലി ഇംഗ്ലീഷിലേക്ക് കണക്ട് ചെയ്യാൻ ഏറ്റവും ഈസി ആയിരിക്കും. അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പിൽ ഇനി ഇടരുത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ കമൻറ്റിൽ എഴുതി അത് മറ്റുള്ളവരുടെ കമൻറ്റുകൾ നോക്കി വായിച്ച് പഠിച്ച് മനസ്സിലാക്കാം. സോ നമുക്ക് ഒപ്പം പോകാം, ഒപ്പം പഠിക്കാം, ഒപ്പം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ഐ എം സൈനിങ് ഓഫ്.